നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 13-ാം തീയതി 1201 ആണ്ട് തുലാമാസം 27-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രവും മകൻ നക്ഷത്രമാണ്. ശുഭനക്ഷത്രം, ശുഭദിനം. ഇന്ന് വളരെ ഭാഗ്യദായകമായ ഒരു ദിവസമാണ്. കാരണം നക്ഷത്രപ്രകാരവും കൊള്ളാം, ദിവസവും കൊള്ളാം. ഗുരുവിൻ്റെ ദിവസമാണ്, മകൻ നക്ഷത്രമാണ്. വളരെ ഐശ്വര്യപ്രദമായ ഒരു ദിവസത്തെ നമുക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുകയാണ്. ഇന്ന് കാര്യങ്ങൾക്കെല്ലാം പുരോഗതി ഉണ്ടാവും, സാമ്പത്തിക നേട്ടം വരും, ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അതിനെല്ലാം കൊള്ളാവുന്ന ഒരു ദിവസത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണത്താൽ ഒരു കാര്യത്തിന് മാറി നിൽക്കരുത്. ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങണം. പരമഗുരുവിൻ്റെ സഹായത്താൽ എല്ലാം സഫലീകരിക്കും. അതുകൊണ്ട് ദൈവാധീനത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങണം. പക്ഷേ തുലാമാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. വളരെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും, മുടങ്ങിക്കിടക്കുന്ന ധനം വന്നു ചേരും, അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാവും. പ്രത്യേകിച്ച് ഊഹ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അത് റിയൽ എസ്റ്റേറ്റ് ആവാം, അതേപോലെ ലോട്ടറി ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാവാം. ഇങ്ങനെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് പുരോഗതി വരും. അതുപോലെ ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് ജോലി കിട്ടും, ജോലിയിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് സാമ്പത്തിക നേട്ടം, ജോലി കയറ്റം കിട്ടും. ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ധനം നമ്മൾ കിട്ടൂല എന്ന് വിചാരിച്ചത് വരെ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, വ്യാഴഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിൽ ഇറങ്ങുക. ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായി തീരും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. ഉച്ചയ്ക്ക് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 1 മണി 35 മിനിറ്റ് തൊട്ട് തുടങ്ങും. 5 മിനിറ്റിൻ്റെ തുടക്കത്തിൽ 5 മിനിറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ 3 മണി 2 മിനിറ്റിന് തീരും. അപ്പോൾ ഏകദേശം കലണ്ടറിലെ സമയമായിട്ട് അടുപ്പിച്ച് തന്നെയാണ് രാഹുകാലം. യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. ഉച്ചയ്ക്കായതുകൊണ്ട് കൂടുതലും രാവിലെയൊക്കെ നമ്മൾ ഓരോ കാര്യത്തിനങ്ങ് ഇറങ്ങും. അതുപോലെ തന്നെ നമുക്കൊന്നിനും പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാലസമയവും. ഇന്ന് ഗുളിക കാല സമയം വരുന്നത് 9 മണി 15 മിനിറ്റ് തൊട്ട് 10 മണി 42 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 6:22 തൊട്ട് 7:49 വരെയും. ഈ സമയം ഒരു കാര്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് ഈ സമയത്തെ നമ്മൾ പൂർണ്ണമായി മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും. അല്ലാതെ തന്നെ ഇന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് ഈ കൊള്ളാത്ത സമയത്തെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി സമയങ്ങൾ എടുക്കാം. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11 മണി. അഭിജിത്ത് മുഹൂർത്ത സമയം 11:45 തൊട്ട് 12:33 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി സമയം 44 മിനിറ്റും നമുക്കെടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വ്യാഴത്തിൻ്റെ പവർ പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ മാത്രമല്ല, വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് മഞ്ഞ കളറ് അല്ലെങ്കിൽ മഞ്ഞ മിക്സായിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് മഞ്ഞ തുണി കയ്യിൽ കരുതുന്നത് ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് മുഖം തുടയ്ക്കെങ്കിലും ചെയ്താൽ മതി. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം പരമഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.